ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് പ്രദീപ്. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് ബ്രഷ് ടൂളും അതേപോലെ തന്നെ ഇറേസർ ടൂളുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. Ctrl+N പ്രസ് ചെയ്തിട്ട് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ പേജ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർ എൻ്റെ ആദ്യത്തെ വീഡിയോ നോക്കുക. അതിൽ ഞാൻ പറയുന്നുണ്ട് എങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് ഫസ്റ്റത്തെ വീഡിയോ ഒന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേജ് ക്രിയേറ്റ് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ പേജ് നമുക്ക് ഓപ്പണായി. നമുക്ക് ബ്രഷ് ടൂൾ ബാറിലുള്ള ബ്രഷ് ടൂള്, ഇതാണ് ബ്രഷ് ടൂള്. ബ്രഷിൻ്റെ ഒരു ചിഹ്നത്തോട് കൂടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് ബി, അത് മറക്കാതിരിക്കുക. ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഷ് ടൂൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. നമുക്ക് പേജിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ ഒരു റൗണ്ട് കാണാം. ഇതാണ് ബ്രഷിൻ്റെ സൈസ്. നമ്മളിപ്പോൾ ബ്രഷിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും കഴിയും. അതിനുള്ള ഷോർട്ട് കട്ടാണ് ഓപ്പൺ ബ്രാക്കറ്റും അതേപോലെ തന്നെ ക്ലോസിംഗ് ബ്രാക്കറ്റും. ഓപ്പൺ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബ്രഷിൻ്റെ സൈസ് കുറയും. ക്ലോസിംഗ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബ്രഷിൻ്റെ സൈസ് കൂടും. അതേപോലെ തന്നെ നമ്മൾ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ബാറിൽ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ, അതിലൂടെ നമുക്ക് സൈസ് കുറയ്ക്കാനും കൂട്ടാനും കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറേ ബ്രഷസ് ഉണ്ട്. അതിലിപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രഷസ് ആണോ, ഏത് ഷേപ്പാണോ വേണ്ടത് അത് ഓരോന്നും എടുത്ത് നോക്കുക. ഇപ്പോൾ ഇത് സോഫ്റ്റ് ബ്രഷാണിത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. അതിൽ നമുക്ക് കളർ ഫിൽ ചെയ്യാം. ഫോർഗ്രൗണ്ട് കളർ നമ്മൾ ഏത് കളറാണോ ആവശ്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു സോഫ്റ്റ് ബ്രഷാണ്. ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കൂട്ടാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ഓപ്ഷൻ ബാറിൽ പോയി അവിടുത്തെ ഓപ്ഷൻ സെറ്റ് ചെയ്യാം, അതിൻ്റെ സൈസ് സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഷോർട്ട് കട്ട് ഒന്നും കൂടി ഓർത്തിരിക്കുക. ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൂടും. നമുക്ക് ആ സൈസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രോ ചെയ്യാം. അപ്പോൾ അതിൽ പലതരം ബ്രഷസ് ഉണ്ട്. അതേപോലെ തന്നെ ഹാർഡ്നെസ് ഉണ്ട്. ഹാർഡായിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ട്, അതിൻ്റെ എഡ്ജ് ഹാർഡായിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഹാർഡ്നെസ് എന്നുള്ളതുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഹാർഡ്നെസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ആ ഓപ്ഷൻസ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഓപ്ഷൻസിൽ സൈഡിലായിട്ടൊരു സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബ്രഷസ് ഉണ്ട്. അപ്പോൾ ആ ബ്രഷസ് നമുക്ക് സെലക്ട് ചെയ്യാൻ, ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത്രയൊന്നും ബ്രഷസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ആ ബ്രഷസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്പെഷ്യൽ ബ്രഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബ്രഷസ് നമുക്കിവിടെ കാണാം. ഉണ്ടോ ആ ബ്രഷസ് നിങ്ങൾക്ക് ഏത് ഷേപ്പുള്ള ബ്രഷാണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒന്ന് കളർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഡ്രോ ചെയ്യുക. ഇതുണ്ടോ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറും ലൈറ്റ് കളറും കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കളറ് ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ടൂളും ഓരോ ബ്രഷിൻ്റെയും എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ആ സെലക്ട് ചെയ്ത ബ്രഷസ് ആണുള്ളത്. അതേപോലെ തന്നെ സ്ക്വയർ ബ്രഷസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ക്വയർ ആയിട്ടുള്ള ബ്രഷസ് നമുക്ക് കിട്ടും. അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിതിപ്പോൾ പുതിയ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. നമുക്ക് പഴയ ബ്രഷസ് തന്നെ മതിയെങ്കിൽ ഇതിൽ റീസെറ്റ് ബ്രഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ബ്രഷസിൽ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഇവിടെ കാണുന്ന ബ്രഷസ് ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കുക. ബേസിക് ബ്രഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബേസിക് ആയിട്ടുള്ള ബ്രഷസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കുക. ഈ ബ്രഷസിൻ്റെ തംബ്ലൈനൊക്കെ മാറ്റണമെങ്കിൽ ഇവിടുന്ന് ഓരോന്ന് ടെക്സ്റ്റ് മാത്രമായിട്ടുള്ള കിട്ടും. അതേപോലെ തന്നെ സ്മോൾ തംബ്ലൈനായിട്ട്, അതേപോലെ തന്നെ ലാർജ് ആയിട്ടാണെങ്കിൽ ലാർജ്, ലിസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ആയിട്ട് വേണമെങ്കിൽ എങ്ങനെ കിട്ടും. സ്റ്റോക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഷേപ്പ് അടക്കം കാണുന്ന രീതിയിൽ
വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. ഇതാണ് ബ്രഷിലുള്ളത്. അതേപോലെ തന്നെ ഇറേസർ ടൂൾ ആണെങ്കിൽ ഇറേസർ ടൂളും ടൂൾ ബാറിലുള്ള ഇറേസറിൻ്റെ ആ ഒരു ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഇ. അത് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഒറ്റ ലെയറിലായതുകൊണ്ടാണ് നമ്മളൊരു പുതിയ ലെയറിൽ, ഇതിപ്പോൾ ഫുൾ വൈറ്റ് ഫില്ല് ചെയ്തിരിക്കുകയാണ്, കളർ ഫില്ല് ചെയ്തു. ഇപ്പോൾ ഒരു പുതിയ ലെയറിൽ നമുക്ക് ബ്രഷസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സൈസൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് ഡ്രോ ചെയ്തെന്ന് വയ്ക്കാം. കളർ മാറ്റി കൊടുത്തു, ഡ്രോ ചെയ്തു. ഇതിപ്പോൾ നമുക്ക് ഇറേസ് ചെയ്ത് കളയണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടൂള്, ഇതാണ് ഇറേസർ ടൂള്. ഇറേസർ ടൂള് സെലക്ട് ചെയ്യുക. ജസ്റ്റ് ആ ലെയർ, നമുക്ക് ഏത് ലെയറാണോ മായ്ച്ച് കളയേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതൊരു പിക്ചർ ആയാലും കുഴപ്പമില്ല, ഒരു നമ്മളിപ്പോൾ വരച്ച ബ്രഷിൻ്റെ ആയാലും കുഴപ്പമില്ല. അത് നമുക്ക് ജസ്റ്റ് സൈസ് കൂട്ടാൻ, ഈ ബ്രഷിൻ്റെയും സൈസ് കാര്യങ്ങളൊക്കെ കൂട്ടാനും ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസിങ് ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ബ്രഷിന് ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇതിലും അതേ ഷേപ്പിലുള്ള ഇത് കാണാം, ഇറേസറായിട്ട് കാണാം. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ സോഫ്റ്റ് ആണ് വേണ്ടതെങ്കിൽ സോഫ്റ്റ് ഇത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? നമുക്കൊരു പിക്ചറാണ് ഇറേസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചറിനെ നമുക്കൊന്ന് കുറച്ച് ഇറേസ് ചെയ്യണം എന്നുള്ള ഈ ഒരു ഇതും കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ ഒരു പിക്ചർ ഓപ്പൺ ചെയ്യുക. പിക്ചർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആ പേജിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടു. ഈ പിക്ചറിനെ നമുക്ക് കുറച്ചും കൂടി വലുതാക്കണം എന്നുണ്ടെങ്കിൽ Ctrl+T പ്രസ് ചെയ്യുക. Ctrl+T പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോം ടൂളാവും. നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലക്ഷൻ മാത്രം ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇമേജ് ട്രാൻസ്ഫോം ചെയ്യാനുള്ളതൊക്കെയാണ്. നമ്മൾ ഏത് ഒബ്ജക്റ്റാണോ സെലക്ട് ചെയ്യുന്നത്, ഏത് ലെയറാണോ സെലക്ട് ചെയ്യുന്നത് അത് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ആ ഒരു ഭാഗം ട്രാൻസ്ഫോം ചെയ്തിട്ട് നമുക്ക് എന്താ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. അതിന് Ctrl+T പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ എഡിറ്റിൽ ഫ്രീ ട്രാൻസ്ഫോം, അതിൻ്റെ ഷോർട്ട് കട്ടാണ് Ctrl+T. ഫ്രീ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലെയർ ട്രാൻസ്ഫോം ചെയ്യാനുള്ള സെലക്ഷൻ വന്നിട്ടുണ്ടാവും, ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരേപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് അത് കറക്റ്റ് ഇതിൽ കിട്ടില്ല. അതുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൈസ് വലുതാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇറേസർ ടൂൾ എടുക്കുക. ഇറേസർ ടൂളിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ് ഇതാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സൈസ് അതിനനുസരിച്ച് കൂട്ടിയിട്ട് ജസ്റ്റ് എഡ്ജൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇറേസ് ചെയ്ത് കളയാം. സൈസൊക്കെ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇറേസിങ്ങിൻ്റെ ആ ഒരു ഫെദർ ഒരു ഇത് ഷെയ്ഡൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ കഴിയും. അപ്പോൾ ഹാർഡായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് ഉപയോഗിക്കാം. ഹാർഡ് ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഇറേസർ ടൂളിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്കൊരു പുതിയ ലെയറിൽ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടല്ല വരുന്നത്. നമ്മൾ മൗസ് പോയിൻ്റ് ഇങ്ങനെ ആക്കുന്ന രീതിയിലാണ് നമുക്ക് ആയിട്ട് വരുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ലൈനായിട്ട് വരണമെങ്കിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ലാസ്റ്റ് ഒരു ക്ലിക്ക് ഒഴിവാക്കിയ ശേഷം നമ്മൾക്ക് എവിടെയാണോ സ്ട്രെയിറ്റ് ആയിട്ട് വേണ്ടത് ആ പോയിന്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ലൈനായിട്ട് നമുക്ക് ആ ബ്രഷ് ടൂൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അതും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓരോ പോയിൻ്റായിട്ട് വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിക്ചർ എങ്ങനെ ഇറേസ് ചെയ്യാമെന്നും അതേപോലെ തന്നെ ഇറേസർ ടൂളിൻ്റെ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഇറേസർ ടൂളിലും ഇതേപോലെ തന്നെ ഓപ്ഷനിൽ കുറേ ആ ബ്രഷ് ടൂൾ ഉപയോഗിച്ച പോലെ തന്നെ ആ ബ്രഷസ് നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ഇറേസ് ചെയ്ത് കളയാം ആ ഷേപ്പിൽ.
അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ഒപ്പാസിറ്റി എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒപ്പാസിറ്റി കുറച്ചിട്ട് നിങ്ങൾ ആ ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നോക്കി നോക്കുക. നമ്മൾ റെഡ് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒപ്പാസിറ്റി കൂട്ടിയിട്ട് നോക്കി നോക്കുക. കണ്ടോ, ഒപ്പാസിറ്റി പറ്റ കുറച്ചിട്ട് നമ്മൾ ആ ഒരു ലെയറിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ട്രാൻസ്പെറൻസി കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഒപ്പാസിറ്റി കൂട്ടുക. അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലോയും അതേപോലെ തന്നെ കുറച്ച് നോക്കി നോക്കുക. ഒപ്പാസിറ്റി കൂട്ടി നോക്കിയിട്ട് ഫ്ലോയും ഉണ്ടോ, ഫ്ലോയും നമുക്ക് അതുപോലെ തന്നെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്നും കൂടി നോക്കുക. ബ്രഷ് ടൂൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. നമ്മൾ ബ്രഷ് ടൂളും ഇറേസർ ടൂളും നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പിക്ചർ എങ്ങനെ ഇറേസ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് പലതരം ബ്രഷ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കുക. ഈ ബ്രഷ് ടൂളിൽ തന്നെ ഈ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബ്രഷസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഗ്രാസിൻ്റെ ഒരു ബ്രഷാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഗ്രീനിൻ്റെ ഇത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ലെയറിൽ നിങ്ങൾക്ക് ഒരു ഗ്രാസിൻ്റെ ആ ഒരു ഇതിൽ അതിൻ്റെ സൈസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രാസിൻ്റെ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്കിത് മായ്ക്കണം എന്നുണ്ടെങ്കിൽ ഇറേസർ ടൂൾ ഉപയോഗിച്ച് ആ ലെയർ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അതിൻ്റെ സൈസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതിപ്പോൾ ഒപ്പാസിറ്റി കൂട്ടിയിട്ടാണെങ്കിൽ, അതേപോലെ തന്നെ സോഫ്റ്റ് ബ്രഷ് ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അതിനൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യുക. ഒരു പുതിയ ലെയറിൽ നമ്മളിപ്പോൾ ബ്രഷ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്യുക. ജസ്റ്റ് ബ്രഷ് എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. അതിപ്പോൾ ഒരു ഷേപ്പാണ്, റൗണ്ട് ഷേപ്പ്. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഷേപ്പ്. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തു. സെലക്ഷൻ ടൂൾ സ്ക്വയർ ഉപയോഗിച്ചിട്ട് ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ ഡിഫൈൻ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് എന്നുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ബ്രഷിന് പേര് കൊടുക്കുക. ബ്രഷിന് നിങ്ങൾക്ക് പേര് കൊടുക്കാം. ഇനി നിങ്ങൾ ബ്രഷ് ടൂൾ എടുക്കുക. ഇത് നിങ്ങൾ കൺട്രോൾ ഡി വെച്ച് അത് ഒഴിവാക്കുക. ഇനി ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് കാണാം. ഇത് നമ്മൾ ചെയ്ത ബ്രഷാണ്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് കളറ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെഡ് കളർ കൊടുക്കുക. ഏത് കളറിൽ വേണമെങ്കിൽ നമുക്ക് ആ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ബ്രഷും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ബ്രഷ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. പുതിയൊരു ടൂളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.